ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യോചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിച്ചു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്. നമുക്കറിയാം, ആദ്യത്തെ ക്ലാസ് നമ്മൾ കണ്ടെത്തി, നമ്മൾ ഓരോരുത്തരും അപ്പസ്തോലിക പ്രേക്ഷിത ശിഷ്യരാണ്. പ്രേക്ഷിത ശിഷ്യരാണെങ്കിൽ ആ ശിഷ്യൻ ഗുരു എന്താണ് പഠിപ്പിച്ചത്, ഗുരുവിന്റെ പ്രഘോഷണം എപ്രകാരമായിരിക്കണം എന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ഇന്നത്തെ ദിവസം നമ്മൾ കാണുകയാണ്, യേശുവിന്റെ പ്രഘോഷണത്തിന്റെ ഉള്ളടക്കം ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ഈശോയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്. ഈശോയുടെ പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ 4 സുവിശേഷങ്ങളിലൂടെ ഈശോ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊന്ന് വേഗത്തിൽ നമ്മൾ കണ്ടുമുട്ടും. അതോടൊപ്പം അവയ്ക്ക് സഭാ പഠനങ്ങൾ നൽകിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ആദ്യമായി മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ 4-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തില് ഇപ്രകാരം വായിക്കുക: അപ്പോൾ മുതൽ യേശു പ്രഘോഷിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു സ്വർഗരാജ്യം എന്ന വാക്ക്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, മത്തായി ശ്ലീഹ യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് സുവിശേഷം എഴുതിയത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദൈവം എന്ന വാക്ക് അവരെ ഉച്ചരിക്കാറില്ല. അവരെ മാനിച്ചുകൊണ്ടാകാം മത്തായി ശ്ലീഹ ദൈവരാജ്യം എന്ന പദത്തിന് പകരം സ്വർഗരാജ്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ സ്വർഗരാജ്യം എന്ന് കാണുന്നതിനെ നമ്മൾ ദൈവരാജ്യമായി മാറ്റി വായിക്കേണ്ടിയിരിക്കുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അതെ, നമ്മുടെ കർത്താവ് ഒരു പുതിയ രാജ്യം പ്രഖ്യാപിക്കുകയാണ്. ആ രാജ്യമാകട്ടെ ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യമാണ് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടത്. ആ ദൈവരാജ്യത്തിന് അവിടുന്ന് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. ആ ഏറ്റവും പ്രഥമ സ്ഥാനം ദൈവരാജ്യത്തിന് നൽകുമ്പോൾ മറ്റുള്ളവയെല്ലാം അവയോട് ചേർക്കപ്പെട്ടിരിക്കുകയാണ്, അവയുടെ അനുബന്ധമായി നൽകപ്പെട്ടിരിക്കുകയാണെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു. ഒരു ബലപ്രയോഗം നടക്കുന്നു. എവിടെയാ ബലപ്രയോഗം? മറ്റുള്ളവരുമായിട്ടല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ദൈവരാജ്യത്തിന് യോജിക്കാത്ത എന്തെങ്കിലും നമ്മുടെ നമ്മിലുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി മാനസാന്തരത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചെയ്തികളോടും നമ്മുടെ പ്രവർത്തനങ്ങളോടും എല്ലാം നമ്മളൊരു ബലപ്രയോഗം നടത്തേണ്ടതുണ്ടെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 32 പ്രാവശ്യം ദൈവരാജ്യം എന്ന പ്രയോഗമുണ്ട്. അതായത് അവിടെ അദ്ദേഹം ഉപയോഗിക്കുക സ്വർഗരാജ്യം എന്ന പദമാണ്. ഇനി നമുക്കൊന്ന് മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ പോകാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 തിരുവചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ. അതെ, ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ് ഈശോ നടത്തുന്നത്. ദൈവരാജ്യത്തിന് വളരെയധികം പ്രാധാന്യം അവിടെ നൽകുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 43-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുകയാണ്: എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സദ്വാർത്ത അറിയിക്കേണ്ടിയിരിക്കുന്നു, എന്തെന്നാൽ അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിയന്തര സ്വഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിരുവചനം.
ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവരാജ്യത്തിന് സ്വീകാര്യമായ വ്യക്തികൾ എപ്രകാരമുള്ളവരായിരിക്കണം? ശിശുവിനെ പോലെ നിഷ്കളങ്കനായിരിക്കണം. ശിശുവിന്റെ മറ്റൊരു സ്വഭാവം എന്താ? ആശ്രയിക്കുന്ന സ്വഭാവം. എന്തിലും ഏതിലും മുതിർന്നവരെ, മാതാപിതാക്കളെ ആശ്രയിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിഷ്കളങ്കതയോടുകൂടെ എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ലൂക്കാസ് സുവിശേഷങ്ങളിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ലൂക്കാസ് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 30 തവണ ദൈവരാജ്യം എന്ന മുഖ്യ പ്രമേയം നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. യോഹന്നാനിലെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, യേശു അവനോട് പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു സമൂല പരിവർത്തനത്തിന് വിധേയമായേ പറ്റൂ. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാൻ സാധിക്കും. ഇനി നമ്മള് ഈ 4 സുവിശേഷങ്ങളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞു. നമുക്കിനി സഭാപ്രബോധനങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്നു നോക്കാം. ഇവയുടെ വ്യാഖ്യാനമാണല്ലോ സഭാപ്രബോധനങ്ങൾ നമുക്ക് തരുന്നത്. മത്തായി 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിലെ തിരുസഭയെ കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ 5-ാം ഖണ്ഡിക ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ സഭയുടെ രഹസ്യാത്മകത അവളുടെ സംസ്ഥാപനത്തിൽ തന്നെ പ്രകടമായി. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കുകളാൽ തീരങ്ങളിൽ യുഗങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ മംഗളവാർത്ത വിളംബരം ചെയ്തുകൊണ്ട് കർത്താവ് ഈശോ തന്റെ സഭയ്ക്ക് ആരംഭമിട്ടത്. പരിശുദ്ധ സഭയുടെ രഹസ്യാത്മകത അവളുടെ സംസ്ഥാനത്തിൽ തന്നെ പ്രകടമായി. ഇനി എന്തു പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തന്റെ സഭയെ സ്ഥാപിക്കുന്നത്? സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്ക് യുഗങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആഗമനം സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് തന്റെ സഭയ്ക്ക് രൂപം കൊടുത്തതെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് പോളാറാമൻ മാർപ്പാപ്പ എഴുതിയ സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 7-ാം ഖണ്ഡികയിലേക്ക് ഒന്ന് പോകാം. അവിടെ നമ്മൾ കാണുകയാണ്, ദൈവത്തിന്റെ സുവിശേഷമായ ക്രിസ്തു തന്നെയാണ് അതിന്റെ പ്രഥമനും പരമോന്നതനുമായ വക്താവ്. ആ ദൗത്യം അവിടുന്ന് ജീവിതത്തിൽ നിർവഹിച്ചു, കുരിശിലെ ബലിയെ പൂർത്തിയാക്കുകയും ചെയ്തു. അതേ ദൈവത്തിന്റെ സുവിശേഷമായ യേശുവാണ് സുവിശേഷത്തിന്റെ ആദ്യ പ്രഘോഷകൻ. അതുകൊണ്ട് തന്നെ അവിടുന്നാണ് അതിന്റെ പരമോന്നതനായ വക്താവും. ആ ദൗത്യം അവിടെ എങ്ങനെയാണ് നിർവഹിച്ചത്? തന്റെ ജീവിതത്തിലുടനീളം അത് അവിടെ നിർവഹിക്കുകയായിരുന്നു. കുരിശിലെ ബലിയിൽ അവിടുന്ന് അത് പൂർത്തിയാക്കിയെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 6-ാം ഖണ്ഡികയിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കുന്നു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു തന്നെ പറ്റി പറഞ്ഞിട്ടുള്ളതും ലൂക്കായുടെ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാക്ഷ്യം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. കാരണം അത് ക്രിസ്തുവിന്റെ ദൗത്യം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നു. ഈശോയുടെ ദൗത്യം എന്താണ്? ദൈവരാജ്യത്തിന്റെ സുവിശേഷ പ്രസംഗമാണ്. ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തേക്ക് വന്നതെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുവിശേഷ പ്രഘോഷണത്തിന്റെ 8-ാം ഖണ്ഡികയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുകയാണ്, സുവിശേഷ പ്രഘോഷകൻ എന്ന നിലയിൽ ക്രിസ്തു ആദ്യമായി ഒരു ദൈവരാജ്യത്തെ പറ്റി പ്രഖ്യാപിക്കുന്നു. ദൈവരാജ്യത്തിന് അവിടുന്ന് അതിമഹത്തായ സ്ഥാനം നൽകുന്നു. ദൈവരാജ്യമാണ് സഭ പ്രധാനം, മറ്റുള്ളവയ്ക്കെല്ലാം ആപേക്ഷിക പ്രാധാന്യമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുക എന്നതിലുള്ള ആനന്ദം വിവിധ രീതികളിൽ വർണ്ണിക്കുന്നതിൽ ജീവനാഥൻ ഉത്സുകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ അതിപ്രധാനമായ സ്ഥാനം ഈശോ പ്രഘോഷിക്കുകയാണ്. ഈ ദൈവരാജ്യത്തിലേക്ക് ഓരോ വ്യക്തികളെയും അതിന്റെ പൗരന്മാരായി തീരാൻ വേണ്ടി ഈശോ വിളിക്കുന്നു.
ആ ദൈവരാജ്യത്തില് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദത്തെ കുറിച്ച് ദിവ്യനാഥൻ സുവിശേഷങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുവെന്ന് മാർപ്പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മള് ജോൺ പോൾ മാർപ്പാപ്പയുടെ ചാക്രി ലേഖനത്തിലേക്ക് പോകാം. രക്ഷകന്റെ മിഷനാണ്. അതിന്റെ 11-ാം ഖണ്ഡികയിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കുന്നു: ദൈവിക പദ്ധതിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് നസ്രായനായ യേശുവാണ്. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും പ്രഘോഷണവുമാണ് തന്റെ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇതിനായിട്ടത്രേ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്, ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും പ്രഘോഷണവുമാണ് ഈശോയുടെ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന്. തുടർന്ന് നമ്മള് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രി ലേഖനമായ രക്ഷകന്റെ മിഷനിലെ 14-ാമത്തെ ഖണ്ഡികയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുക: യേശു തന്റെ രാജ്യത്തിന്റെ സ്വഭാവവും നിബന്ധനകളും തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ക്രമേണ വെളിപ്പെടുത്തി തരികയാണ്. ദൈവരാജ്യം സമസ്ത മാനവരാശിക്കും വേണ്ടിയുള്ളതാണ്. സകലമരയിലെ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുവാനാണ് സമൂഹത്തിലെ അധസ്ഥരോടും യേശു കൂടുതൽ അടുത്ത് പെരുമാറുന്നത്. സുവിശേഷം അവരെ അറിയിക്കുന്നതിൽ അവിടുന്ന് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചേർന്ന് അവരെയും കൂട്ടിച്ചേർത്ത് നിർത്തുന്നത് എല്ലാവർക്കും ഈ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകാനുള്ള അവകാശമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അതുപോലെ രക്ഷകന്റെ മിഷനിലെ 15-ാം ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യബന്ധങ്ങളെ പുതിയ രൂപഭാവങ്ങളിൽ ക്രമപ്പെടുത്തുകയാണ് ദൈവരാജ്യത്തിന്റെ ലക്ഷ്യം. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ശുശ്രൂഷിക്കാനും സന്നദ്ധരാകുന്നതിനനുസരിച്ച് ദൈവരാജ്യം ക്രമേണ വളർച്ച പ്രാപിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ലക്ഷ്യവും സ്വഭാവവും സമസ്ത മാനവരാശിയുടെയും സമ്പൂർണ്ണ ഐക്യമാണ്. മനുഷ്യരും ദൈവവും തമ്മിലുമുള്ള സമ്പൂർണ്ണ കൂട്ടായ്മ. അത് ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യർ തമ്മിൽ ഒരു പുതിയ ബന്ധം, ആ ബന്ധത്തിന് പുതിയ രൂപഭാവങ്ങൾ. ഇതാണ് ദൈവരാജ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്താണ്? മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ശുശ്രൂഷിക്കുവാനും സന്നദ്ധരാകുമ്പോൾ ആ ദൈവരാജ്യം ആ സമൂഹത്തിൽ പടിപടിയായിട്ട് വളർന്നു വരുന്നു. അതായത് ദൈവരാജ്യത്തിന്റെ ലക്ഷ്യവും സ്വഭാവവും മാനവരാശിയുടെ സമ്പൂർണ്ണ ഐക്യമാണ്. മനുഷ്യർ തമ്മിലും ദൈവവുമായിട്ടുള്ള ഐക്യമാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി നമ്മള് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിന്റെ സന്തോഷം എന്ന ആഹ്വാനത്തിലെ 150-ാം ഖണ്ഡികയിലേക്ക് കടന്നില്ല. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സുവിശേഷം ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാണ്. നമ്മുടെ ലോകത്തിൽ ഭരണം നടത്തുന്ന സ്നേഹപൂർണനായ ദൈവത്തെ കുറിച്ചുള്ളതാണ്. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ ഭരണം നടത്തുന്നതിനനുസരിച്ച് സമൂഹ ജീവിതം സാർവത്രിക സാഹോദര്യത്തിനും നീതിക്കും സമാധാനത്തിനും മഹത്വത്തിനുമുള്ള ഒരു പശ്ചാത്തലമാകും. അങ്ങനെ ക്രൈസ്തവ പ്രഭാഷണവും ക്രൈസ്തവ ജീവിതവും സമൂഹത്തെ സ്വാധീനിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സമൂഹത്തെ സ്വാധീനിക്കണമെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ തുടർന്ന് ഖണ്ഡികയുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു: നാം ദൈവരാജ്യം അന്വേഷിക്കുകയാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിന്റെ ദൗത്യം അവിടുത്തെ പിതാവിന്റെ രാജ്യം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. സ്വർഗരാജ്യം സമീപസ്ഥമാണെന്ന സദ്വാർത്ത പ്രഘോഷിക്കുവാൻ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു. ദൈവപിതാവിന്റെ രാജ്യം, അതെ ദൈവരാജ്യം അവിടുന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, എല്ലാവർക്കും അത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുവാനായി തന്റെ ശിഷ്യന്മാരോട് ഈശോ കൽപ്പിക്കുന്നു. ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇനി നമ്മള് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൂടി ഒന്ന് പോകാം.
CCC 543 നാം ഇപ്രകാരം വായിക്കുക: ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം ഇസ്രായേൽ മക്കളോട് പ്രഘോഷിക്കപ്പെട്ട മെസ്സഹാനീയ രാജ്യം സർവ്വജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതെ, ഈ ദൈവരാജ്യം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും 550 CCC 550 കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു ദൈവരാജ്യത്തിന്റെ ആഗമനം പിശാചിന്റെ രാജ്യത്തിന്റെ പരാജയമാണ്. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ പിശാച് ബഹിഷ്കരണങ്ങൾ വ്യക്തികളെ പിശാചുകളുടെ ആധിപത്യത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ ആഗമനം പിശാചിന്റെ രാജ്യത്തിന്റെ പരാജയത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം പല ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ സുവിശേഷ പ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ പിശാചിന്റെ രാജ്യം പരാജയപ്പെടുന്നതാകുന്നു, പിശാചിന് ബഹിഷ്കൃതനാകുന്നു എന്നും നമ്മൾ കാണാറുണ്ടല്ലോ. ഇനി CCC 546 കടന്നു ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉപമകളിലൂടെ യേശു ആഹ്വാനം ചെയ്തു. അവിടുത്തെ പ്രബോധനത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഉപമ. അവയിലൂടെ രാജ്യത്തിന്റെ വിരുന്നിലേക്ക് അവിടുന്ന് ജനങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് അവിടുന്ന് ആവശ്യപ്പെടുന്നു. സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് എല്ലാം ദാനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെ കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് ഉപമകളിലൂടെയാണ്. ദൈവരാജ്യത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈശോ ഉപമകൾ ഉപയോഗിക്കുന്നു. ആ ഉപമകള് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഉപമകളായിരുന്നു അവിടുന്ന് സ്വീകരിച്ചത്. ആ ഉപമകളിലൂടെ ഈശോ എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ സ്വഭാവം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടെത്തുന്ന കാര്യം, ദൈവരാജ്യം ഒരു രഹസ്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു രഹസ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആർക്കാണ് ആ രഹസ്യം പൂർണ്ണമായിട്ട് അറിയാവുന്നത്? ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലണം, അദ്ദേഹത്തോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ആ രഹസ്യം നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ സമ്പൂർണ്ണ രഹസ്യം അറിയാവുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ഈശോയാണ്. ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. യേശുവോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു, ഈശോയോട് എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ആ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈശോയോട് ചേർന്നിരിക്കാൻ ശ്രമിക്കണം, ഈശോയെ സ്നേഹിക്കും, ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും തയ്യാറാകണം, ഈശോയോട് പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കണം. അവിടുന്ന് തിരുവചനത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. അതെ, നമുക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് എന്ന് കർത്താവ് ഓർമ്മയാണ്. കാരണം നമ്മള് അപ്പസ്തോലിക മിഷണറി ശിഷ്യന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു കിട്ടുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവിടുന്ന് ആ ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി പുളിമാവിന്റെ ഉപമ ഉപയോഗിക്കുകയാണ്. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു അരുൾ ചെയ്തു. 3 അളവ് മാവിൽ അത് പുളിക്കുമ്പോളം ഒരു സ്ത്രീ ചേർത്ത പുളിമാവിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലൊക്കെ ഇന്നൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈസ്റ്റ് ചേർക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഈസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ അമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാ? അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആ അന്നത്തെ മാവിൽ നിന്നും സ്വല്പം പുളിമാവ് മാറ്റി വെക്കും. ആ പുളിമാവ് ചേർത്തിട്ടാണ് വീണ്ടും അപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ 100 പേർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് 3 അളവ് മാവ് ഉപയോഗിക്കുന്നത്. ഈ 3 അളവ് മാവ് എന്ന് പറയുന്നത് 21 കിലോയാണ്. ആ 21 കിലോ മാവിനെ പുളിപ്പിക്കാൻ വേണ്ടി അല്പം പുളിമാവ് മതി. ആ പുളിമാവ് മാവിൻ മുഴുവൻ പ്രവർത്തിച്ച് അത് അപ്പമായി രൂപാന്തരപ്പെടുത്തുന്നു. ഇതുപോലെയാണ് ദൈവരാജ്യം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുക. ഇനി ദൈവരാജ്യത്തിന്റെ രഹസ്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി കടുകുമണിയുടെ ഉപമ അവിടെ ഉപയോഗിക്കുന്നു. അത് ഈശോ പറയാണ്, അതൊരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ള കടുവും ഈശോ ഉദ്ദേശിച്ച കടുകുമണിയും രണ്ടും രണ്ടാ. വിശുദ്ധ നാട്ടിലുള്ള ഒരു കടുക് ചെടിയുടെ ചിത്രമാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഈ കടുക് ചെടി വിത്തുകളിലെ ലോകത്തുള്ള എല്ലാ വിത്തുകളിലും വളരെ ചെറുതാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഈ കുറ്റിച്ചെടി പരമാവധി 10 അടി ഉയരത്തിൽ വരെ വളരാമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ശിഖരങ്ങളിലൊക്കെ പക്ഷികൾക്കൊക്കെ ചേക്കേറാൻ സാധിക്കും. ഇനിയും ഒരു മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ മരുഭൂമിയിലുള്ള കുറ്റിച്ചെടികളെ നോക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ കുറ്റിച്ചെടി ഈ കടുക് ചെടിയാണ്. അപ്പൊ അതിനെ ഒരു വൻ വൃക്ഷമായിട്ട് വേണം ചിന്തിക്കാൻ, കാണുകയും ശിഖരങ്ങളിൽ മറ്റുള്ളവയ്ക്ക് ഒക്കെ ചേക്കേറാൻ സാധിക്കുന്നു. ദൈവരാജ്യത്തിന്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തരാനായി കർത്താവ് 3 ഉപമകൾ ഉപയോഗിക്കുന്നു. ഒന്ന് വിതക്കാരന്റെ ഉപമ. വിതക്കാരൻ വിതച്ചു കഴിയുമ്പോൾ അവൻ ഉണർന്നും ഉറങ്ങിയും എല്ലാം കഴിയുന്നു. ആ വിത്ത് പൊട്ടിമുളയ്ക്കുന്നതിൽ അയാൾക്കൊരു പ്രവൃത്തിയും ചെയ്യാനില്ല. അത് താനെ പൊട്ടിമുളച്ച് വളരുന്നു. പാകമാകുമ്പോൾ കൊയ്തെടുക്കുകയാണ് അദ്ദേഹം ചെയ്യാനുള്ളത്. അതുപോലെ പുളിമാവിലും ആ ചേർത്ത് വെച്ച പുളിമാവ് ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നു. ആ പുളിപ്പിക്കുന്നതിന് ആ മാവ് കലക്കി വെക്കുന്ന ആൾക്കതിനകത്ത് ഒരു പണിയുമില്ല. അതൊരു രഹസ്യമാണ്. അതുപോലെ ഈ കടുകുമണി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വിത്ത്. അത് മണ്ണിൽ പാകി കഴിയുമ്പോൾ അത് താനെ മുളച്ച് പൊങ്ങി വന്ന് ഒരു വലിയ വൃക്ഷമായി മാറുന്നു. ഇതുപോലെയാണ് ദൈവരാജ്യമെന്ന്. ഈ ദൈവരാജ്യത്തിന്റെ ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ, ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. ഞാൻ ഒരു ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇന്റർവെൽ സമയമാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 10ാം ക്ലാസ്സുകാരി കുട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഞാൻ അവളെ സമീപിച്ച് കരയുന്നത്. അവളെന്നോട് 8 വഴി പറഞ്ഞു, സാറിനോട് സംസാരിക്കട്ടെ. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഈ സ്കൂളിൽ അധ്യാപകർക്കും എന്നെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ മോളെ, ആരാ പറഞ്ഞത് നിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിന്നെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെയാ മോളെ വെറുക്കുക? ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അവിടെ പോയി. പിന്നീട് അവള് ഈശോയെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് അവള് സോണില് ജീസസ് യൂത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിയായി മാറി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടുമുട്ടുന്നത് ഒരു നിത്യാരാധന ചാപ്പലിൽ വെച്ച. അവള് പറയുകയാണ്, ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ, മക്കളെ സ്കൂളിൽ അയച്ചു കഴിയുമ്പോൾ അവള് ഇടയ്ക്കിടയ്ക്ക് ഈ നിത്യാരാധന ചാപ്പലിൽ വന്നത് ഈശോയോട് പ്രാർത്ഥിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ ജീവിതത്തില് ഞാൻ ഒരു വാക്ക് മാത്രം, ഒരു വിത്ത് മാത്രമേ വിതച്ചു. അത് അവിടെ നിന്ന് വളർന്നു പന്തലിച്ച് അവളുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഇതുപോലെ ദൈവരാജ്യവും വളരുന്നുവെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. അതുപോലെ ദൈവരാജ്യം ഒരു സൗജന്യ ദാനമാണെന്ന് ഈശോ വിരുന്നിന്റെ ഭൂമിയിലൂടെ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യക്ക് നേരമായപ്പോൾ അവൻ ദാസനെ അയച്ചു, ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. അതെ, ദൈവരാജ്യം ഒരു വിരുന്നിനോട് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഒഴിവഴിയോട് പറഞ്ഞു പോയതായിട്ട് നമ്മള് സുവിശേഷത്തിൽ വീണ്ടും വായിക്കാൻ നമ്മൾ കാണാൻ സാധിക്കുന്നു. അതെ, ഇതൊരു സൗജന്യദാനമാണ്. അവർക്ക് ഒരു കാര്യമില്ലായിരുന്നു, വന്ന് ആ വിരുന്നിൽ പങ്കെടുത്താൽ മതിയായിരുന്നു. സൗജന്യമായിട്ട് കിട്ടിയതാണ്. പക്ഷേ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഈശോ നമുക്ക് സൗജന്യമായിട്ട് അവകാശം തരികയാണ്. അതിൽ പ്രവേശിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി, സൗജന്യദാനമാണെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ഈശോ വിവാഹ വിരുന്നിന്റെ മറ്റൊരു ഉപമ പറയുക. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. ക്ഷണിക്കപ്പെട്ടവരെ വിവാഹ വിരുന്നിന് ക്ഷണിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ, ഇതാ എന്റെ വിരുന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നു. വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടവർ ഭൃത്യന്മാർ ചെന്നപ്പോൾ എന്താണ് അവർ ചെയ്തതെന്നറിയാം. ഒരു രാജാവാണ് വിരുന്നിന് ക്ഷണിച്ചത്. എന്നിട്ടും പലരും ഒഴിവഴിയോട് പറഞ്ഞ് ചിലർ ഭൃത്യന്മാരെ മർദ്ദിക്കുന്നു, ചിലരെ കൊന്നുകളയുന്നു. സൗജന്യമായിട്ട് കിട്ടേണ്ട,
സൗജന്യമായിട്ട് ലഭിക്കുന്ന സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ടെങ്കിലും പലരും അതിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുകയാണ്. ഇവിടെ വെച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ദൈവരാജ്യം നമുക്ക് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നതെങ്കിലും നമ്മുടെ ഒരു പ്രത്യുത്തരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പ്രത്യുത്തരം കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും വഴിതെറ്റിപ്പോയ ആടിന്റെ ഉപമയിലൂടെ സ്നേഹിക്കുന്ന പിതാവിനാൽ ഭരിക്കപ്പെടുന്ന ഇടമാണ് ദൈവരാജ്യം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് വഴിതെറ്റിയതിനെ അവൻ അന്വേഷിച്ചു പോകുകയില്ലേ? അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാത്ത 99നെ കുറിച്ചും എന്നതിനേക്കാൾ അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോവുക എന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ ഹിതമല്ല. നോക്കിയോ, വഴിതെറ്റിപ്പോയി 100 ആടുകളുള്ള ഇടയൻ, അതിൽ ഒരാട് വഴിതെറ്റിപ്പോകുമ്പോൾ അതിനെ അന്വേഷിച്ചു പോയി കണ്ടെത്തുന്ന ആ ഇടയനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുക. ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടുന്ന് കാണാതായ നാണയത്തിന്റെ ഉപമ കൂടി പറയുകയാണ്. ഏത് സ്ത്രീയാണ് 10 നാണയം ഉണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം അവതാരപൂർവ്വം അന്വേഷിക്കാത്തത്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാം തിരുവചനമാണ് ഇത്. നമ്മളിവിടെ കാണുന്നത് ഈ യഹൂദ സ്ത്രീകളുടെ വിവാഹ അവസരത്തില് അവർക്ക് സമ്മാനമായിട്ട് നാണയങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. ഈ നാണയങ്ങള് അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിലപ്പെട്ടതാണ്. അത് ഒരു നാണയം പോലും നഷ്ടപ്പെടാൻ വേണ്ടി അവര് സമ്മതിക്കില്ല. അത്രമാത്രം താല്പര്യത്തോടുകൂടി അവരതിനെ സംരക്ഷിക്കും. ഇവിടുത്തെ സ്ത്രീക്ക് 10 നാണയമാണ് ഉണ്ടായിരുന്നു. ഈ 10 നാണയങ്ങളിൽ ഒന്നാണ് നഷ്ടപ്പെട്ടത്. അവള് ആ വിളക്ക് കൊളുത്തി നോക്കി, നഷ്ടപ്പെട്ട രാത്രിയിലായാലും പകലായാലും അവള് രാത്രിയിൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അവിടുന്ന് പരിശോധിക്കുക, കണ്ടു കിട്ടുന്നോളം വരെ അന്വേഷിക്കുക. കണ്ടു കിട്ടുമ്പോൾ വലിയ ആഹ്ലാദമായി തന്റെ അയൽക്കാരോടൊപ്പം ആ സന്തോഷം പങ്കിടുന്നതായിട്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത്രമാത്രം സന്തോഷിക്കാനുള്ള ഇടമാണ് ഈ ദൈവരാജ്യമെന്നും ഈ ദൈവപിതാവിന്റെ സ്നേഹിക്കുന്ന ദൈവപിതാവിന്റെ സമ്മാനമാണ് നമുക്ക് ദൈവരാജ്യമെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുപോലെ ഈ പിതാവിന്റെ ആ സ്നേഹത്തെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അവിടുന്ന് ധൂർത്തപുത്രന്റെ ഉപമ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, എന്നെ നിന്റെ കൂലിക്കാരിൽ ഒരുവനായി കാണുന്നു. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. മനസ്സിലറിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, അത് മുഴുവൻ ദൂർസ്ഥാനം പന്നിക്കുഴിയിൽ ചെന്നാണ് അവൻ ചാടുന്നത്. അവിടെ വെച്ച് അവനൊരു തിരിച്ചറിവുണ്ടാവുക, അവനൊരു മാനസാന്തരം ഉണ്ടാകുന്നു. അവൻ പിതാവിന്റെ പക്കലേക്ക് കടന്നു ചെല്ലുവാൻ തീരുമാനിച്ചു. തന്റെ പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാക്കാൻ പോലും സമ്മതിക്കാതെ, അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും പരിഗണിക്കാതെ ദൈവം അവനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവനെ ചുംബിക്കുന്ന ആ തന്റെ ദൈവത്തിന്റെ ചിത്രം. അതെ, ദൈവം സ്വർഗരാജ്യത്തിലെ പിതാവായ ദൈവം നമ്മളെ അനന്തമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന പിതാവിനെയാണ് ഈ ഉപമകളിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-46 തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തിയ മനുഷ്യൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്, അത് നമ്മിലാണ്. അത് നമ്മൾ കണ്ടെത്തണം. ആ ദൈവരാജ്യം നമുക്ക് സ്വീകരിക്കാൻ തക്ക വിധം, അതിൽ പ്രവേശിക്കാൻ തക്ക വിധം ദൈവരാജ്യം നമുക്ക് സമീപസ്ഥമാണ്.
നമ്മൾ അത് കാണുന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തിലൂടെ അത് സ്വീകരിച്ചു. അതുപോലെ ശതാധിപൻ വിശ്വാസത്തിലൂടെ അത് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ സക്കേബൂസ് വിശ്വാസത്തിലൂടെ ആ സത്യം സ്വീകരിക്കുന്നു, ദൈവരാജ്യം സ്വീകരിക്കുന്നു. അതുപോലെ സമരിയാക്കാരി സ്ത്രീയും ഈ ദൈവരാജ്യം സ്വീകരിക്കുന്ന തന്നിടെ ഇടയിലുള്ള ആ ദൈവരാജ്യത്തെ വിശ്വാസത്തിലൂടെയാണ് സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നമ്മള് ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവരാജ്യത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അത് സമീപസ്ഥമാണെന്നും അത് നമ്മിലാണെന്നും തിരിച്ചറിയാൻ സാധിക്കും. ഇനി ദൈവരാജ്യത്തിലെ വ്യക്തിയുടെ മഹത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം കാണുകയാണ്. സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരുണ്ട് തന്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തതായി? ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതെ, ഈശോ പറയുകയാണ്, മനുഷ്യന്റെ മഹത്വത്തിനാണ് പ്രാധാന്യം. സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നന്മ ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകണമെന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതെ, ദൈവരാജ്യത്തിലെ എല്ലാ വ്യക്തികളും തുല്യരാണ്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ അധികാരമോ ഒന്നിനും ദൈവരാജ്യത്തിൽ വിലയില്ല. ദൈവരാജ്യത്തിൽ എല്ലാവരും വിലയുള്ളവരാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ചുങ്കക്കാരോടും പാപികളോടും കുരുടരോടും ഒപ്പം കുഷ്ഠരോഗികളോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത്. ദൈവരാജ്യത്തിൽ ഓരോ വ്യക്തിയും തുല്യരാണെന്ന് അവിടുന്ന് കാണിക്കുകയാണ്. ഇനി അടുത്തതാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ദൈവരാജ്യത്തിന്റെ ഉദ്ദേശ്യശുദ്ധി അത് വെളിപ്പെടുത്താൻ വേണ്ടി ഈശോ 10 കന്യകമാരുടെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളുടെ സ്വർഗരാജ്യം വിളക്കുകളെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സുദർശനം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ ബുദ്ധിമതികളുമായിരുന്നു. വിവേകശൂന്യർ അവരുടെ വിളക്കുകൾ എടുത്തപ്പോൾ കൂടെ എണ്ണ എടുത്തിരുന്നില്ല. ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങൾ എണ്ണയും എടുത്തിരുന്നു. ഈ തിരുവചനത്തിലൂടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനോഭാവത്തിനാണ്. സൽപ്രവൃത്തികൾ ചെയ്തു എന്നതിലല്ല, ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള നമ്മുടെ മനോഭാവത്തിനാണ് ദൈവം വില കൽപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയുടെയും പിന്നിലുള്ള മനോഭാവം എന്താണെന്ന് ദൈവം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. അപ്പം അവിടുന്ന് ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളോട് 10 നാണയത്തിന്റെ മുമ്പ് പറയുകയാണ്. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകള്, സിദ്ധികള് അത് വളർത്തണമെന്ന് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉദ്ദേശ്യശുദ്ധി, ദൈവരാജ്യത്തിന്റെ ഉദ്ദേശ്യശുദ്ധി ഇതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇനി ദൈവരാജ്യത്തിന് ഒരു ജീവിത ശൈലിയുണ്ട്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുമ്പോൾ നമ്മളെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. അത് സ്വർഗരാജ്യത്തിനൊരു പ്രത്യേക ശൈലിയുണ്ട്, ക്ഷമിക്കുന്ന ശൈലിയാണ്. 70 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുന്ന യേശു തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന യേശു, ഒരു ചവിട്ടത്തടിക്കുന്നവന് മറു ചുവടുകൂടി കാണിച്ചു കൊടുക്കാൻ പറയുന്ന യേശു ഒരു പുതിയ ജീവിത ശൈലി നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്.
അതിന് ഈശോ തന്നെയാണ് ഈശോയുടെ ജീവിതമായിരുന്നു മാതൃകയായി നമ്മൾ. ഇനി ഈശോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കി, അവിടത്തേക്ക് ജനിക്കാൻ ഒരു കാലിത്തൊഴുത്തലാണ് ഇടം കിട്ടിയത്. ജീവിതത്തിൽ അവിടത്തേക്ക് എവിടെയും തല ചായ്ക്കാൻ ഇടമില്ലായി. അവിടുന്ന് വഴിയോരങ്ങളില് മരച്ചുവട്ടുകളിലൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അപൂർവമായിട്ടായിരുന്നു അവർക്ക് സത്രം ലഭിച്ചത്. അവിടുത്തെ സ്വീകരിക്കുന്നവരുടെ വീടുകളിൽ അവിടുന്ന് യാത്ര പോകുമായിരുന്നു. അവിടെ പോയിരുന്നു. അവിടത്തേക്ക് സ്വന്തമായ ഒരു വീടില്ലായിരുന്നു. ഈ ഈശോയുടെ മരണം എപ്രകാരമായിരുന്നു? സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ മരക്കുരിശിലാണ് അവിടെ തൂങ്ങി മരിക്കുന്നത്. അവിടത്തേക്ക് സംസ്കാരത്തിനോ അവിടേക്ക് സ്വന്തമായൊരു കല്ലറയില്ലായിരുന്നു. ഭൗതികമായ ഒന്നിനും അടിമപ്പെടാതെയാണ് ദൈവപുത്രൻ ജീവിച്ചത്. ആ ദൈവപുത്രന്റെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. അവിടുന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായം 6-ാം തിരുവചനത്തിലൂടെ എപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന പോലെ നടക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും പ്രസംഗവും ഒന്നായിരിക്കണമെന്ന്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതവും പ്രസംഗവും ഒന്നായിരിക്കണമെന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി അടുത്ത് നമ്മൾ ആദ്യം കണ്ടത് ആ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഒരു രൂപാന്തരീകരണം നടന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അടിസ്ഥാനപരമായ ഒരു മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടാകണം. സത്യത്തിനൊപ്പം നിലനിൽക്കുന്ന വ്യക്തിയാകണം. തന്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണം. അതാണ് വീണ്ടും ജനനം. അതിലൂടെ പരിശുദ്ധാത്മാവിലൂടെ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവരാജ്യത്തില് സ്നേഹം സർവപ്രധാനമാണെന്ന്. അതിനുവേണ്ടിയാണ് അവിടുന്ന് നല്ല സമരിയാക്കാരന്റെ ഉപമ പറയുന്നത്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ നമ്മള് 25 മുതൽ 37 വരെയുള്ള തിരുവചനം ഒന്ന് വായിക്കുകയാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സമരിയാക്കാരും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ യഹൂദൻ വഴിയിൽ വീണ് കിടന്നിട്ട് മറ്റു യഹൂദരർ വന്നിട്ട് അവനെ ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് കാണുന്നു. എന്നാൽ യഹൂദര് ഭ്രഷ്ട് കൽപ്പിച്ച സമരിയാക്കാരൻ അവിടെ വരികയാണ്. ആ സമരിയാക്കാരൻ ആ യഹൂദനെ താങ്ങിയെടുത്ത് എത്തിച്ച് അവനെ ശുശ്രൂഷിക്കുന്നു. അവന് വേണ്ടി പണം ചെലവഴിക്കുന്നു. അപ്പോ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവരാജ്യത്തില് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർക്കൊക്കെ അവിടെ സാധ്യതയുണ്ട്. അവിടെ പ്രവേശിക്കാനുള്ള അവസരം അവിടെ നൽകുന്നുണ്ട്. നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ വ്യക്തിത്വം ഒന്നും ദൈവരാജ്യത്തിന് ബലിയില്ല എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാ മനുഷ്യരെയും തുല്യമാണെന്നും സ്നേഹിക്കുന്നവർക്കാണ് അവിടെ കടന്നു വരാൻ സാധിക്കുകയെന്നും തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്ന വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, അവർക്കാണ് ദൈവരാജ്യത്തിൽ സ്ഥാനമുള്ളതെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 35 വരെ അവിടുന്ന് ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. തന്റെ ശിഷ്യരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് സ്നേഹമാണെന്ന് ഈശോ പഠിപ്പിക്കുക. ശിഷ്യന്മാരുടെ കാൽപാദം കഴുകിക്കൊണ്ട് ഈശോ ആ സ്നേഹത്തിന്റെ സുവിശേഷം നമ്മളുമായിട്ട് പങ്കുവെക്കുക. വിനയാന്യതരായി പരസ്പരം സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ തിരിച്ചറിയുകയാണ്, ഒരു പുതിയ ഉടമ്പടി, ദൈവരാജ്യം ഒരു ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിയുടെ സമൂഹമാണ് നാം ഓരോരുത്തരും. പിന്നെ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ആകട്ടെ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. എങ്ങനെയാണ് ഈശോ ഈ ഉടമ്പടി സ്ഥാപിച്ചത്? യേശുവിന്റെ പീഡാസഹന മരണ ഉദ്ധാനത്തിലൂടെ പാപത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഒരു പുതിയ സമൂഹത്തിന് അവിടുന്ന് ജന്മം നൽകി. ഈ പുതിയ സമൂഹം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹം.
ഈ പുതിയ ഉടമ്പടി ജനത്തിന്റെ മുഖമുദ്രയാണ് സ്നേഹം. യേശുവിന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ പാപത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നീതിവൽക്കരിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി അവിടുന്ന് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇത്ര നേരം ഈ ദൈവരാജ്യത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു. ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ തടസ്സമാണ് നീതിമാനാണെന്ന ഭാവം. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരാൾ പരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും. പരിസയൻ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയല്ല. തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് താൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടവനാണെന്നും താൻ മറ്റുള്ളവരെക്കാളൊക്കെ നീതിമാനാണെന്ന് പറയുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അവസരമില്ല. ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുക. ആ മനോഭാവം, അതിന്റെ പിന്നിലുള്ള മനോഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് അവിടുന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇനി മത്തായി സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെ തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, ഒന്നാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കാത്തത് വിധം പിന്നീട് മനസ്സ് മാറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, രണ്ട് പേരോട് പിതാവ് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളോട് വയലിൽ പോകാനാണ് രണ്ടുപേരോടും പറയും. ഒന്നാമത്തെ ആളോട് പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ പോയില്ല. രണ്ടാമത്തെ ആളോട് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുകയില്ലാന്ന് പറഞ്ഞുവെങ്കിലും വീണ്ടും പശ്ചാത്തപിച്ച് അവൻ പോയി എന്നാണ്. അപ്പോൾ വാക്കുകള് വളരെ പ്രാധാന്യമുണ്ട്. താൻ പറയുന്ന വാക്കുകൾ ഈശോയുടെ ദൈവരാജ്യത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുക. അപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ എന്ന് നോക്കുവാൻ അവിടെ നമ്മളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സമ്പത്തിൽ അമിതമായി ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. യേശുവിന് ചുറ്റും മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 13 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളോടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം. അവന്റെ വാക്കുകളിൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതിനേക്കാൾ എളുപ്പം ഒട്ടക സൂചിക്കുഴയിലൂടെ കടക്കുക എന്നതാണ്. ഒരുവൻ സമ്പന്നനായിരിക്കുക എന്നല്ല പ്രശ്നം, അവന്റെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരുമായിട്ട്, തൻ്റെ സഹോദരങ്ങളുമായിട്ട് തൻ്റെ സമ്പത്ത് പങ്കുവെക്കാൻ ശ്രമിക്കാതെ ആ സമ്പത്തിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കണം. എന്തൊക്കെയാണ് സമ്പത്ത്? പണം മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ സിദ്ധികളും ഇതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 34 തിരുവചനം ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല എന്ന തിരുവചനത്തിലൂടെ ഈശോ അതിനുള്ള തടസ്സത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇനി ദൈവരാജ്യം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു അതിശയമാണ്. ദൈവരാജ്യം നിർവചിക്കാനാവാത്ത ഒരു നിരന്തര അതിശയമാണ്. ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവർ ജീവിതത്തിലുടനീളം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആഹ്ലാദകരമായ അതിശയത്തിന്റെ ജീവിതമാണ്. ഇതൊരു അനുഭവിക്കേണ്ടതാണ്. ദൈവരാജ്യത്തിന് ഈ അനുഭവം പരിശുദ്ധാത്മാവിനാൽ
നയിക്കപ്പെടുന്ന ആ അനുഭവം ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ടതാണ്. നമുക്ക് ദൈവരാജ്യത്തിന് അനുഭവിക്കുന്ന അനുഭവത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തില് ഏറ്റവും സന്തോഷം അനുഭവിച്ചൊരു നിമിഷത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ആ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാതിരിക്കുക. ആ സന്തോഷത്തിൽ എപ്പോഴും നമ്മൾ തുടരുന്നതായിട്ട്. ഇനി നമ്മൾ പങ്കെടുത്തത് ഏറ്റവും വലിയൊരു ആഘോഷത്തെ കുറിച്ച്, നമുക്കൊത്തിരി ആഹ്ലാദം പകർന്ന ഒരു ആഘോഷത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ആഘോഷം ഒരിക്കലും അവസാനിക്കാതെ തുടരുന്നതായിട്ടൊന്ന് ചിന്തിക്കുക. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട ഒരു നിമിഷത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ആ സ്നേഹം ഒരിക്കലും അവസാനിക്കാതെ ഇപ്പോൾ തുടരുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെയാണ് ദൈവരാജ്യത്തിന്. ദൈവരാജ്യത്തിലെ ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും ആഹ്ലാദവും എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ഇത് അനുഭവിച്ചറിയണം. ഈ ലോകത്ത് വച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീരുന്നവർക്ക് ഈ അനുഭവം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. CCC 547 നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: യേശുവിന്റെ വാക്കുകളോടൊപ്പം അവിടുത്തെ കരുത്തുറ്റ പ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും നാം കാണുന്നു. ദൈവരാജ്യം ഈശോയിൽ സന്നിഹിതമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് അവിടുന്ന് എന്ന ഇവ ദ്യോതിപ്പിക്കുന്നു. യേശുവിന്റെ വാക്കുകളോടൊപ്പം അവിടുത്തെ കരുത്തുറ്റ പ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കാണുകയാണ്. അതായത് ദൈവരാജ്യം ഈശോയിൽ സന്നിഹിതമാണ്. ഈശോയാണ് ദൈവരാജ്യം. ആ ഈശോയെ നമുക്ക് സുവിശേഷങ്ങൾ കണ്ടുമുട്ടാം. പ്രാർത്ഥനയിലൂടെ ഈശോയെ കണ്ടുമുട്ടാം. ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവരാജ്യത്തെ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. നമ്മൾ ഇനി സുവിശേഷം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ സ്വർഗരാജ്യം എന്ന വാക്കിനടിയിൽ ആദ്യം നമുക്കൊന്ന് വരയിട്ട് വെക്കാം. മറ്റു സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ദൈവരാജ്യം എന്ന് കാണുന്ന ആ വാക്കുകളുടെ അടിയിലേക്ക് ഒന്ന് വരയിട്ട് വെക്കാം. ആദ്യം തുടർന്ന് നമുക്കൊരു തുടർ വായന നടത്തണം. ഈ നമ്മൾ വരയിട്ട് വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള വാക്കുകൾ അവിടെ എന്താണ്, അതിന്റെ മുകളിലും താഴെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് കൂടുതൽ കാര്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി തരും. യേശുവിന്റെ പ്രഘോഷണത്തിന്റെ കാതലായ കാര്യം ദൈവരാജ്യമാണെന്ന് നാം കണ്ടെത്തുകയാണ്. യേശുവിന്റെ വരവോടെ ആരംഭിക്കുന്നതും എന്നാൽ പൂർത്തിയാകാനുള്ളതുമായ യാഥാർത്ഥ്യമാണിത്. യേശുവിൽ ഇത് പൂർത്തിയാകുന്നു. അത് യേശുവിന്റെ രണ്ടാമത്തെ വരവോടുകൂടിയാണ് ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമായി തീരുക. അതിനുവേണ്ടി സഭ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാഥാ വന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് സഭ പ്രാർത്ഥിക്കുന്നു. അത് നമ്മൾ ആദ്യം കണ്ട പൊളാറാമ പാപ്പയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ സുവിശേഷമായ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യത്തിന്റെ പ്രഥമനും പരമോന്നതനുമായ വക്താവ്. ആ ദൗത്യം അവിടുന്ന് ജീവിതത്തിൽ നിർവഹിച്ചു. കുരിശിലെ ബലിയിൽ പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൈകൾ കൂട്ടിപ്പിടിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, വളരെ ഗഹനമായൊരു വിഷയം ദൈവരാജ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തരികയായി. കർത്താവ്, അതൊരു രഹസ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് കൂടെ ആയിരിക്കണമെന്നും അങ്ങയോട് ചേർന്നിരിക്കണമെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ദൈവരാജ്യത്തിന്റെ സവിശേഷതകളെല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നു. ദൈവരാജ്യത്തിലെ സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നും നിർമ്മലമായ ഒരു ഹൃദയത്തിലൂടെ ഒരു ശിശുവിനെ പോലെ എപ്പോഴും അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ് ദൈവരാജ്യമെന്നും ഞങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. കർത്താവെ, അവയ്ക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ആ ദൈവരാജ്യത്തിലെ അംഗമായി തീരുവാൻ, ആ ദൈവരാജ്യത്തിൽ നിന്ന് നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽമാലാകന്മാരെ ദൈവരാജ്യ അനുഭവത്തിൽ എന്നും ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ കന്യാമാതാവെ, ദൈവരാജ്യ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന്റെ മിഷണറിമാരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മാണിച്ചേട്ടൻ ആരോഗ്യപരമായ ക്ഷീണിതനാണ്. എങ്കിലും മാണിച്ചേട്ടൻ വളരെ മനോഹരമായിട്ട് യേശുവിന്റെ പ്രഘോഷണത്തിന്റെ വിഷയം ദൈവരാജ്യമാണ് എന്ന സഭാപ്രബോധനങ്ങളുടെയും ദൈവവചനത്തിലൂടെയും ഉപമകളിലൂടെയും ഒക്കെ നമ്മോട് അവിടെ പങ്കുവെക്കുകയായിരുന്നു.